ലുക്ക് ചെയ്യുന്നേ ഷാറൂഖ് ഖാനായ വെൽക്കം ബാക്ക് ടു ട്രാവലുക്ക്. അപ്പോൾ കുറേ നാളിന് ശേഷം ഒരു വീഡിയോ ആണ്. അതിനു മുന്നേ 1000 സബ്സ്ക്രൈബേഴ്സ് ആയ എൻ്റെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക് യു. 1000 സബ്സ്ക്രൈബ് ആയ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെ ആദ്യമായിട്ട് ചിതറാൽ ജൈൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് 9th സെഞ്ച്വറിയിലുള്ള ഒരു അമ്പലത്തിലോട്ട് വന്നതാണ്. അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അമ്പലത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഹലോ 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 ഹലോ. What? വിളിക്കാം. അപ്പോൾ ഇതാണ് മാർത്താണ്ഡവും കുഴിത്തറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോർഡറായിട്ടുള്ള പാലം. ഈ ഒഴുകുന്ന നദി താമരഭരണി നദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിവറാണ്. ഈ ഒഴുകുന്നത് പേച്ചിപ്പാറ റിസർവോയറിൽ നിന്ന് തുടങ്ങിയിട്ട് തേങ്ങാപ്പട്ടണം എന്ന സ്ഥലത്ത് കടലിലോട്ട് ചേരുന്ന ഒരു റിവറാണ് ഈ താമരഭരണി റിവർ എന്ന് പറഞ്ഞിട്ട്. ഈ സൈഡിൽ മാർക്കറ്റുണ്ട്, ഒരു ബണ്ട് പോലെ കെട്ടിയിട്ടുണ്ട് മുന്നിൽ.
ആ ഭാഗം കുഴിത്തുറ, ഇങ്ങോട്ട് പോകുന്ന ഭാഗം മാർത്താണ്ഡം. ആ മുന്നിൽ കാണുന്നത് മാർത്താണ്ഡം ഫ്ലൈ ഓവറാണ്. മാർത്താണ്ഡം ടൗണിൽ ബ്ലോക്ക് കൂടുതലായിട്ട് അത് സ്കിപ്പ് ചെയ്ത് പോകാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ളൊരു പാലമാണ് ഈ മാർത്താണ്ഡം ഫ്ലൈ ഓവർ. നമുക്കൊരു 500 മീറ്റർ കൂടി മുന്നിലോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുത്താണ് ഈ ചിതറാളെന്ന് പറയുന്ന ജൈൻ ടെമ്പിളിലോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. പാലത്തിൽ വണ്ടി നിർത്താൻ പാടില്ലാത്തത് കൊണ്ട് കമ്പത്തിൻ്റെ ഫ്രണ്ടിൽ നിർത്തിച്ചിട്ട് ഞാൻ നടന്നു പോയി എടുത്താൽ തിരിച്ചു പോവാണ്. വണ്ടി പോയി കയറി അതുവഴി നമുക്ക് നേരെ ചിതറാൾ ജൈൻ ടെമ്പിളിലോട്ട് പോവാം. കന്യാകുമാരി, തിരുനെല്ലി, തേങ്ങാപ്പട്ടണം. ഓൾമോസ്റ്റ് അല്ല എത്തി. ഇല്ല നേരെ പോയത് നേരെ പോടാ ബോർഡ് നോക്കടാ ഇറങ്ങി. ലെഫ്റ്റാണോ നേരെ നേരെ ഇല്ലേ? ലെഫ്റ്റ് ഇങ്ങോട്ട് നേരെ അങ്ങോട്ട് മെയിൻ റോഡ്. നമുക്ക് ഗേറ്റ് വഴി നടന്ന് ഉള്ളിലോട്ട് പോകണം. ഇതൊക്കെ നടക്കും. യെസ് ഓഫ് കോഴ്സ്. വണ്ടി മുകളിൽ വെച്ച പാർക്കിംഗ് കൊടുക്കണം, താഴെ വെച്ച് കൊടുക്കണ്ട. മുകളിൽ തന്നെ മുകളിൽ 5 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് വരുന്നത്. പാർക്കിംഗ് ഫീ ആയിട്ടാണ് വരുന്നത്, അല്ലാതെ ഉള്ള ടിക്കറ്റ് ഒന്നും ഇവിടെ ഇല്ല. 5 രൂപ പാർക്കിംഗ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോവാം. താഴത്തെ എൻട്രൻസ് കയറി ഇതാ നടന്ന് പോവാണ്. 1 കിലോമീറ്റർ ഉണ്ട്, ജസ്റ്റ് 1 കിലോമീറ്റർ നടക്കുമ്പോഴത്തേക്ക് ചിതറാൾ ജൈൻ മഠത്തെത്തും. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ചിതറാൾ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ടെമ്പിളാണ്. നടന്ന് വയ്യാണ്ടാവും. ഇതേ ബോയ് അവിടെ ഇരുന്നു, ബോയ് തളർന്നു. വെള്ളം കൊണ്ടുവരണോ? ലേശം വെള്ളം, ലേശം വെള്ളം. നയൻത് സെഞ്ച്വറിയിൽ പണിയിപ്പിച്ചിട്ടുള്ള ഒരു ജൈൻ ടെമ്പിളിൻ്റെ മോണുമെൻ്റാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ അതിനുശേഷം ജൈൻസൊക്കെ ഇവിടെ പോയതിനു ശേഷം അത് ഭഗവതി ടെമ്പിളായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഗുഹാക്ഷേത്രം എന്നൊക്കെ പറയാൻ പറ്റും. റോക്കട്ടാണ് ഇവിടുത്തെ അമ്പലം വരുന്നത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു പാറപ്പുറം.
നടന്ന് കുറച്ചുകൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗത്താണ് അമ്പലം വരുന്നത്. നമുക്ക് വന്നതിൻ്റെ കുറച്ചുകൂടി ഭാഗം നടക്കാനുണ്ട്. പോകുന്ന വഴിക്ക് അതേപോലെ ഒരു കുഞ്ഞു പാറ ഇവിടെ ഒക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറിയപ്പോഴത്തേക്ക് ഇങ്ങനൊരു നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പുറത്തൊരു കുഞ്ഞു മല ഇവിടെ ഉണ്ട്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പല വലിയ വലിയ മലകളും ഒക്കെ ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. താഴെ ഏതൊരു കുഞ്ഞ് നദി ഒഴുകുന്ന റിവറാണത്. ഒരു വൈഡായിട്ടുള്ള ഒരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. വെസ്റ്റേൺ ഗട്ട്സ് ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ പുറകിൽ കാണുന്ന വലിയ വലിയ മലകളൊക്കെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. കന്യാകുമാരി ജില്ലയിൽ നിന്നാണ് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ തുടക്കം. മുംബൈ വരെ പോകുന്ന വെസ്റ്റേൺ ഗട്ട്സ് തുടങ്ങുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റാണ്. പൊതുവെ ഏതാണ്ട് ഡ്രൈ ലാൻഡ് പോലത്തെ ഒരു സ്ഥലമാണ്. ചെമ്മണ്ണൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട്. ഞാൻ കണ്ടിട്ടുള്ള പൊതുവെ ഉള്ള തമിഴ്നാട് എന്ന് പറയുന്നത്. അല്ലാതെ മൗണ്ടൻസ്, ഈ ഊട്ടി, കൊടൈക്കനാൽ പോലത്തെ മൗണ്ടൻസും ഉണ്ട്. എന്നാലും കുറേ ഭാഗങ്ങളൊക്കെ ഈ താഴ്ന്ന കടലിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ചെമ്മണ്ണും അധികം ഹൈറ്റ് ഇല്ലാത്ത മരങ്ങളൊക്കെയാണ് ഞാൻ തമിഴ്നാട്ടിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാകുമ്പോൾ അത് കേരളം പോലെ തന്നെ ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നും. പലപ്പോഴും പല സ്ഥലങ്ങളും കാണുമ്പോഴത്തേക്ക് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമാണ്. മുന്നേ കേരളത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരി ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പോഴാണ് തമിഴ്നാട്ടിലോട്ട് വന്നത്. അപ്പോൾ ഏതാണ്ടൊരു കേരളം പോലത്തെ ലുക്ക് തരുന്നൊരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ് കന്യാകുമാരി. കുറേ അധികം സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. മൗണ്ടൻസ് ആയാലും ബീച്ച് സൈഡ് ആയാലും ലേക്ക്, റിവറൊക്കെ ആയാലും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ള സ്ഥലം കൂടിയാണ് ഈ കന്യാകുമാരി. അറിയപ്പെടുന്നൊരു സ്ഥലം കൂടിയാണ്. ഇച്ചിത്തറ ആദ്യത്തെ വീഡിയോ ആണ്. കന്യാകുമാരി ഡിസ്ട്രിക്ട് സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അവിടെ കിടപ്പായി പാട്ടൊക്കെ കിടപ്പുണ്ട്. ഫോട്ടോ എടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്. പിന്നെയും കയറി തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി ദൂരം കൂടെ ഉള്ളൂ. ഏതാണ്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗമായിട്ട് വരും. ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. ഇപ്പോൾ ഒരു 4-5 മണിയോളം ആവാറായിട്ടുണ്ട്. 4:30-5. അതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. കൊള്ളാം, നൈസാണ്. പോട്ടെ. ഇത് ഈ ജൈൻ ടെമ്പിളിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി കൂടെ നടന്നു പോയാൽ മതി. ഒരു 100 മീറ്റർ കൂടി നടന്നു പോയാൽ മതിയാവും. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അവിടെ ഒരു വലിയ ആൽമരമാണെന്ന് തോന്നുന്നുണ്ട്. നിറയെ കായകളൊക്കെ ആയിട്ട് ഒരു ആൽമരം. ഇവിടെ ഇരിക്കാനൊക്കെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ആൽമരത്തിൻ്റെ അവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇതാ എത്തിയിട്ടുണ്ട്. ഇതിലാണ് ഭഗവതി അമ്മൻ ടെമ്പിളിലോട്ട് പോകുന്ന വഴി. അതാണ് റോക്കറ്റ് ടെമ്പിൾ. ഇതിൽ ഇറങ്ങി താഴോട്ട് വന്നു. നമുക്ക് മുന്നേ പഴയ ജൈൻ ടെമ്പിൾ കണ്ടിട്ട് വരാം. ഇതാണ് പഴയ ജൈൻ ടെമ്പിളിൻ്റെ ഭാഗങ്ങൾ. ഈ റോക്കറ്റ് ടെമ്പിളും ജൈൻ ടെമ്പിളായിരുന്നു. പക്ഷേ ഇതിലെ കൂടെ ഉള്ളിൽ കയറാൻ പറ്റും. കയറണ ഒരു വീഡിയോ ഇട്ട് എനിക്ക് ട്രൈ. ഇവിടെയാണ് അമ്പലം വരുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ചുറ്റും വ്യൂ. നമുക്ക് ഇതിനുള്ളിലൂടി അകത്തോട്ട് പോയിട്ട് വരാം. അമ്മി
ഇതാ ഇവിടെ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഒരുപാട് പേരുണ്ട്. ആർട്ട് വർക്ക്. അയ്യോ, ഇതിൽ മുന്നിലോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കൂടുതൽ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ താഴെ പോവും. അമ്മി, പക്ഷെ ഇതിൽ നല്ല കാറ്റ് വരുന്നുണ്ട്. താഴോട്ട് പോയി നമുക്ക് ഭഗവതി ടെമ്പിളിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഇതാണ് അമ്പലത്തിലോട്ട് പോകുന്ന എൻട്രൻസ്. ആറുകൾക്കുള്ളിൽ കൂടെയൊക്കെ നമുക്ക് ഇറങ്ങിപ്പോണം. എന്താടാ എന്തിനാടാ കീ? ഓ, ടീഷർട്ടില് അല്ല ഷർട്ടില്. ഇവിടെ ഞാൻ ഇരിക്കുന്നതിൻ്റെ താഴെയുണ്ട്. ഇപ്പോൾ അമ്പലത്തിൻ്റെ താഴോട്ട് വന്നിട്ടുണ്ട്. അതാ ഇവിടെ കൊത്തുപണികളൊക്കെ കാണാൻ പറ്റും. പഴക്കമുള്ള കൊത്തുപണികളാണ് കല്ലിൽ. ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്. ഈ ഭാഗത്തോടെയാണ് സമ്പത്തിരിക്കുന്നത്. പറക്കുവോ? പറക്കുവോ? അത് താഴെ വീഴാതെ ചാട്. ഇതാണ് അമ്പലത്തിൻ്റെ ഭാഗം. ഒരു വീപ്പിൻ്റെ മരം ഉണ്ട്. ചുറ്റും മരങ്ങൾ കാണും. നല്ലൊരു കാറ്റൊക്കെ അടിച്ചിട്ട് ഇവിടെ കുളം താഴെയുണ്ട്. ആ പാറപ്പുറത്തൊക്കെ പോകാൻ പറ്റും നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഷൂസ് ഊരിയിട്ട് ഉള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. ഈ ഭാഗത്തോട്ടൊക്കെ അങ്ങോട്ട് പോയിട്ട് പാറപ്പുറത്തോട്ട് പോകും. കുളത്തിന് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കുഞ്ഞു കുളമുണ്ട്. കുളത്തിലൊരു കുഞ്ഞു തവള ഉണ്ടായിരുന്നു, പക്ഷെ അതായിട്ട് പോയി. ഇതാണപ്പോൾ ചിതറാൽ ജൈൻ ടെമ്പിളിൻ്റെ ഓരോ വ്യൂ വരുന്നത്. ഇങ്ങനെയാണ്. മരം മുന്നിലേക്കുന്നതുകൊണ്ട് ശരി കുറച്ചുണ്ട്. സൈഡിലോട്ട് പോയിട്ട് നോക്കാതെ ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. വെയിലുണ്ട് അത്യാവശ്യം. അതിൻ്റെ മുകളിൽ സമ്പത്ത് ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ ഇരിക്കുന്ന സമ്പത്ത്. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പോയിട്ട് തിരിച്ച് കയറുവാണ്. ഷൂസൊക്കെ ഊരി ഇവിടെ അമ്പലത്തിൻ്റെ ഉൾഭാഗം. അതിനകത്ത് ലൈറ്റൊന്നും പ്രതിഷ്ഠയൊന്നും കാണാനില്ല. ഹലോ, ഉള്ളിലെന്തോ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഇങ്ങനെ 3 അറകളായിട്ടുണ്ട്. ഇതിനുള്ളിലും എന്തോ കാണാനുണ്ട്. ഈ ഭാഗം ഫുള്ളി ക്ലോസ്ഡാണ്. ഇതിൻ്റെ ഈ ഭാഗങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ദേ ഇങ്ങനെയാണുള്ളത്. 2 കുളമുണ്ട്. ഇതാ ഈ ഭാഗത്തൊരു കുളമുണ്ട്, അവിടെ ഒരു കുളമുണ്ട്.
ചുറ്റും മലകളൊക്കെയാണ്. ഒരു ക്ലിയർ കാലാവസ്ഥ, ചെറിയ ചൂടുണ്ട്, പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. ഷൂസൊക്കെ ഇട്ടിട്ട് മുകളിലോട്ട് പോയി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ്ട് ടൈമായി വരുന്നുണ്ട്. ഇന്ത്യൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസാണ്. എന്തൊക്കെ ചെയ്യാൻ പാടില്ല ചെയ്യാമെന്നുള്ളതൊക്കെ എൻ്റെ ഒരു നോട്ടീസാണ്. തൃശ്ശൂർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ചിത്രാൽ ജൈൻ ടെമ്പിളിൻ്റെ ഇതാണ് ഒരു ഓവറോൾ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. നല്ല തണുപ്പാണ് ഇവിടെ. അത്യാവശ്യം മരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ക്ലിയർ, ഒരു നല്ല തണുത്ത ഒരു സ്ഥലമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ബാക്കിയുള്ളടത്തൊക്കെ വെയിലൊക്കെ അടിക്കുന്നതുകൊണ്ട് ചെറിയ ചൂടുണ്ട്, പക്ഷെ ഇവിടെ അടിപൊളിയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ സൈഡ് വ്യൂ ഒക്കെ വരുന്നത്. ജൈൻ ടെമ്പിളിൻ്റെ മുന്നത്തെ 9th സെഞ്ച്വറി ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കാഴ്ചയൊക്കെ കണ്ടിട്ട് വീഡിയോ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കന്യാകുമാരി സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കുമ്പോൾ ബൈ.